എന്താ ടേസ്റ്റ് ഇല്ല രതീഷേ? ഹേ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. സബനെ കണ്ണു നിർന്നുണ്ടോ? മല്ലിയെല്ലാം നമ്മൾ ഷെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെ മിക്സ് ആണ്? ഷാലറ്റ്സ്, ഗ്രീൻ പെപ്പേഴ്സും, അങ്ങനെ 7 ഓണിയൻസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ടൊമാറ്റോ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ടൊമാറ്റോയിലോട്ട്. രണ്ടെണ്ണം നോലെ പണിയൊന്നും ഇല്ലേ? എന്റെ പണി കഴിഞ്ഞു. നോലെ കഷ്ടപ്പെട്ട് പോകുന്നില്ല. ടൊമാറ്റോ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഇനി അടുത്തത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. കമോൺ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ആദ്യത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് റൈസും ചിക്കനും. റൈസ് വന്നിട്ട് ജീരകശാല അരിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ചിക്കന് നമ്മൾ ബ്ലാക്ക് പെപ്പർ പൗഡറും ടർമറിക് പൗഡറും സോൾട്ടും വെച്ച് മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഗീ യൂസ് ചെയ്ത് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്യണം. സൺഫ്ലവർ ഓയിലാണ് സാറ്. ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചാണ്. ഞാൻ വലിയ പ്രൊഫഷണൽ കുക്കൊന്നും ഷെഫൊന്നും അല്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ 2 ഇയേഴ്സ് ആയി. അതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഓരോരുത്തരുടെ വീഡിയോ കണ്ടാണ് നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചത്. ഓയിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗരം മസാല മിക്സാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ടേക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. അങ്ങനെ മസാലയൊക്കെ കുറിച്ച് മൂത്ത് വരുന്നുണ്ട്. ഓണിയൻസ് ആഡ് ചെയ്യാം. നമുക്കിനി അടുത്ത അഡീഷണലി ആയിട്ട് ആഡ് ചെയ്യേണ്ടത് സോൾട്ടാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. ഇത് ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് ഇടുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ജിഞ്ചർ ഗാർലിക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പേസ്റ്റ് എടുക്കാം. ഡൈസറിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഉള്ളി എല്ലാം അത്യാവശ്യം ഗോൾഡൻ കളർ ആവുന്ന വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു 8 to 10 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, 2 to 3 മിനിറ്റ്സ് ആയി. ഇപ്പോൾ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 4 പേർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം. 4.5 കപ്പ് വെള്ളത്തിൽ 3 കപ്പ് വെള്ളം ഇപ്പോൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ഞാൻ മാറ്റി വെച്ചേക്കാം. അതിന് ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം. വീഡിയോയുടെ അവസാനമായിട്ട് കാണിച്ചു തരാം. ഈ ഗ്യാപ്പിൽ നമുക്ക് എഗ്സും കൂടെ ബോയിൽ ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി എഗ്സ് ബോയിൽ ചെയ്യാം. ഇവിടെ നിന്ന് വാൾമാർട്ടിൽ നിന്ന് വെച്ചേക്കാം. 5 മുട്ട 5. നമ്മുടെ ഉള്ളിയും അതെല്ലാത്തിനും ഒരു മിക്സ് ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉള്ളി ഏതാണ്ട് ഒരു പരുവായിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് കറി ലീവ്സും കുറച്ച് ടൊമാറ്റോസും ആഡ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസാണ്. കുറച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. അറൗണ്ട് 10 മിനിറ്റ്സ് നമ്മുടെ എഗ്സൊക്കെ ബോയിലായി. ടൈമറൊക്കെ ഓഫായി. ഓക്കെ, അപ്പോൾ ഇതിനെ കുറച്ചൊന്ന് നമ്മൾ സ്മാഷ് ചെയ്ത് കഴിയാറായി. അപ്പോൾ നമുക്കിനി സ്പൈസസ് യൂസ് ചെയ്യാം. 1.5 teaspoons ഓഫ് ഗരം മസാല, 2.5 teaspoons ഓഫ് ബ്ലാക്ക് പെപ്പർ. നമുക്ക് എല്ലാവർക്കും പെപ്പർ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ഒരു പരുവായി വരുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്യും. ഇനി ഇതെല്ലാം മസാലയും എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു രീതിയിൽ സ്മാഷ് ചെയ്ത് ടൊമാറ്റോസൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കേർഡും കൂടെ തൈരും കൂടെ ആഡ് ചെയ്യാം. 1 ഓക്കെ, അങ്ങനെ നമ്മൾ കേർഡൊക്കെ ആഡ് ചെയ്ത് തൈരൊക്കെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിൽ ഓൾറെഡി ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തത്. ഇതിൽ തൈരിടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ തൈരിടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കൺസിസ്റ്റൻസിയൊക്കെ വരും. അവനെ കണ്ട നല്ലൊരു മസാല നല്ലൊരു ഇതിലായിട്ട് വന്നിട്ടുണ്ട്. കളറിലൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. കുളിച്ചുകൊണ്ടിരുന്ന നോയിലൊക്കെ മോളിൽ നിന്ന് ഇറങ്ങി വന്നു. ഓക്കെ, നമുക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സോളം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും. ഇതൊരു 10 മിനിറ്റ്സോളം ഇങ്ങനെ തന്നെ വെച്ചേക്കാം. This is our another friend Nigar, who is from Hyderabad. He has been here with us for the past 8 months. Yeah, and he makes a really good Hyderabadi chicken curry. Next time, we will make that dish for sure. So now let's mix it. ഇവർക്ക് എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന എന്ത് ഫുഡായാലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിക്കൻ കറി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും എല്ലാത്തിനും ഭയങ്കര എരിവാണ്.
അപ്പം ഇവർക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ അതിന് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് എരിവ് കൂട്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ്സോടും കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റാകും. അത് സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് റൈസ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടല്ല ആഡ് ചെയ്യുന്നത്, നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ചായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നാട്ടിൽ ചെയ്യുന്നവർ ഇതേപോലെ ചിക്കൻ സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയല്ല, നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്താണ് കുക്ക് ചെയ്യുന്നത്. വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി കുറച്ച് ഇങ്ങനെ തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മറ്റേ മിക്സ് ചെയ്തില്ലേ, ഇപ്പോൾ ഷാലറ്റ്സും ജിഞ്ചർ ഗാർലിക് പിന്നെ ഗ്രീൻ ചില്ലിയും വെച്ച് മിക്സ് ചെയ്ത ആ മിക്സിൽ നമ്മൾ അറൗണ്ട് 8 ഗ്രീൻ ചില്ലീസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിപ്പം ഏതാണ്ട് ഒരു നല്ല രീതിയിലായിട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രേവി ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് അവസാനമാണ് ആഡ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റൈസ് ആഡ് ചെയ്യും. 3 കപ്പ് അരി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വെള്ളം കുറച്ച് ആഡ് ചെയ്യാം. കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൂത്രം പറയാമെന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ ഇനി ഇവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ബാലൻസ് ഉണ്ടായിരിക്കുന്ന 1.5 കപ്പ് വെള്ളത്തിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് ഒരു ഫ്ലേവർ വരാനും പിന്നെ റൈസ് ആയാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓക്കെ, ചിക്കൻ ബിരിയാണി ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാവുന്ന സമയത്തിൽ നമുക്ക് പപ്പടം പൊരിക്കാം. ഇരുവയർ പപ്പടം. ഓക്കെ, നമുക്ക് അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മുടെ ബിരിയാണിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, ബിരിയാണി അറൗണ്ട് 98% ആയെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഹൈ, അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോയിൽ കാണാം. എന്താ ടേസ്റ്റ് ഇല്ല രതീഷേ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട് അല്ലേ മച്ചി? How is the spicy മച്ചി? Good. No, it's spicy. How is the taste മച്ചി? Good. നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട്. ഭരത്ത് ജോലിക്ക് പോയി, അവൻ്റെ കൂട്ടി കഴിക്കായിരുന്നു. എങ്ങനെയുണ്ടല്ലോ അല്ലേ? ആ, പിന്നെ ചോറ് തികയാത്തോണ്ട് ഞങ്ങൾ സൈഡിൽ വേറെ ചോറ് വെച്ചു. ഭരത്തേട്ടയുടെ കണക്ക് വെച്ചിപ്പോയി, ശീലമില്ലാത്തോണ്ടാ. Bye-bye.